എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ യാത്രയിൽ ഇത്രയും സ്നേഹത്തോടും താല്പര്യത്തോടും കൂടെ ഈ 6 ജില്ലകൾ നടക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയ ഒരു ആവേശത്തോടുകൂടെ ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൽ ഞാൻ ആദ്യമായി ഈ ഇരിഞ്ഞാലക്കുടയിലെ എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഡേവിസ് ചെറുമലച്ചനെ അല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, എനിക്ക് പറയാനുള്ള സന്ദേശമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ തന്ന സ്വീകരണം എനിക്ക് ആകണമെന്നില്ല. ഈ ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കാനാണ് ഈ യാത്ര ഞാൻ നടക്കുന്നത്. 4 മാസമായിട്ടുള്ളൂ. എന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നത് അതിന് സുഖാണോ. നിങ്ങളോട് ചോദിക്കുന്നത് പോലെയല്ല ആ ചോദ്യം. നിങ്ങളൊക്കെ സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. പക്ഷെ എന്നോട് സുഖാണെന്ന് ചോദിക്കുമ്പോൾ എന്തോ നിഗൂഢമായ ഒരു അർത്ഥം അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ നിങ്ങളെക്കാൾ സുഖമാണെന്ന് ഞാൻ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്. ആവശ്യമില്ലാത്തൊരു ഭൂതത്തെ പോലെ പേടിപ്പിച്ചിരിക്കുകയാണ്. കിഡ്നി രോഗം കിഡ്നി കൊടുത്താൽ ഇതാ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്ന ഭീകരത അതില്ല. അത് ഞാൻ എത്ര വാഗ്ദാനം പറഞ്ഞാലും കാര്യമില്ല, എന്നെ കാണിച്ചു കൊടുത്താലേ അത് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഈ 4 മാസം എനിക്ക് അവരുടെ പിതാവ് സ്ഥാനത്ത് പിതാവ് വിശ്രമം അനുവദിച്ചിട്ടുള്ള സമയമാണ്. ഈ ഓപ്പറേഷന് ശേഷം ഒരു 6 മാസം അച്ഛന് വിശ്രമിക്കാനായിട്ട് സമയം തന്നതാണ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അത് നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. നിങ്ങളെക്കാൾ ശബ്ദത്തിൽ ഞാനിവിടെ സംസാരിക്കാം, നിങ്ങളെക്കാൾ സ്പീഡിൽ ഞാൻ ഇപ്പൊ ഓടില്ല, അത് നോക്കണ്ട. പക്ഷേ ശബ്ദത്തിൽ സംസാരിക്കാം. വേറെ എന്ത് കാലത്ത് അതിനുള്ള ശേഷി ഇപ്പോഴുണ്ട്. ഇന്ന് ദേവമാതാ കോളേജ് സ്കൂളിലായിരുന്നു കുട്ടികളുടെ കാലത്ത് സംസാരിച്ചത്. അപ്പൊ കുട്ടികളുടെ മയക്കെടുത്തത് അച്ഛനോടൊരു ചോദ്യം, ഈ 2 വൃക്ക കൊടുത്തിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു. 2 ആൾ ചെയ്യുന്ന ജോലി ഒരാൾ ചെയ്താൽ അയാൾ ക്ഷീണിക്കില്ലേ? നമ്മൾ ക്ഷീണിക്കും. അങ്ങനെയാണെങ്കിൽ 2 വൃക്കകൾ ചെയ്യുന്ന ജോലി ഒരു വൃക്ക ചെയ്താൽ ക്ഷീണിക്കില്ലേ? ഞാൻ പറഞ്ഞു ക്ഷീണിക്കില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിച്ചു തരികയാണ്. ക്ഷീണിക്കില്ല എന്നതിന്റെ തെളിവാണ് ഞാൻ. അപ്പൊ മനുഷ്യനുള്ളിൽ ഒരു വൃക്ക പോയാൽ ജീവിതം പോയി തെറ്റിദ്ധാരണയാണ് പറയുന്നത്. ഈ കേരള ജനതയുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം എന്നാണ് ഈ യാത്രയുടെ ഒരു ലക്ഷ്യം. കൂടാതെ ഇന്ന് സമൂഹത്തിൽ ഈ ത്യാഗം ചെയ്യേണ്ട കാലം വരുമ്പോ അതൊന്നും വേണ്ട എന്ന ഒരു ആവശ്യമില്ലാത്തൊരു ചിന്താഗതിയുണ്ട്. പ്രിയമുള്ളവരെ, ത്യാഗം ചെയ്യണമെന്നാണ്. ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിയത് പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ അല്ലല്ലോ. ഗാന്ധിജിയെ പോലെ, രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ പോലെ ആയിരക്കണക്കിന് ഇന്ത്യയിലെ സാധാരണക്കാരുടെ മനുഷ്യരുടെ ത്യാഗം കൊണ്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഏത് കുടുംബവും ഏത് പ്രസ്ഥാനവും വലുതാകുന്നത് അതിൽ കടന്നു വരുന്ന വ്യക്തികളുടെ ത്യാഗം കൊണ്ടാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ ത്യാഗം ചെയ്യാതെ സഞ്ചരിക്കാൻ പാടില്ല. ഞാൻ 1 വർഷം കൊടൈക്കനാലിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഈ ഒരു മാനവകാര്യ യാത്ര നടത്തിയാൽ അതിന് റിസൾട്ട് ഉണ്ടാകില്ല. 4 മാസമുള്ളപ്പോ ഇതിന് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ടെമ്പോ ട്രാവലർ യാത്ര ചെയ്യുന്നത്. അതിന് കട്ടിലൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഈ യാത്ര കഴിഞ്ഞാൽ ഞാൻ ആ കട്ടിലേക്ക് കിടക്കുകയാണ്. അടുത്ത സ്ഥലത്തുമ്പോ കട്ടിലിൽ ഞാൻ ഇറങ്ങുകയാണ്. കുഴപ്പമില്ല. ഈ ത്യാഗത്തെ മനുഷ്യന് സ്വീകരിക്കുള്ളൂ. അതിന് പിതാവ് പറഞ്ഞതുപോലെ വാക്കുകൾ എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിന്റെ ത്യാഗം, നമുക്ക് നമ്മുടെ അമ്മമാരോട് സ്നേഹം തോന്നുന്നതിന്റെ കാരണം അമ്മയുടെ സൗന്ദര്യമല്ല, അമ്മയുടെ സമ്പത്തല്ല. ആ അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം ഓർക്കുമ്പോൾ ആ അമ്മ പിരിഞ്ഞു പോയാൽ സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടാകും. ഇതുപോലെ ത്യാഗനിർഭരമായ ഒരു യാത്രയാകാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇനി ഈ വൃക്കദാനവുമായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഞാൻ വാഹനത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലാക്കണം, ഒരു ഹിന്ദുവിനെ വൃക്ക കൊടുക്കണം, ഹെൽമെറ്റ് തുടങ്ങണം, ഇതൊന്നും ആലോചിച്ച് തീരുമാനിച്ചതല്ല പ്രിയമുള്ളവര്. ഈ 2 വൃക്കയെ എനിക്ക് തന്നതിന് ആ കാശ് കൊടുത്ത്
വാങ്ങിച്ചു വെച്ചിട്ടുള്ളതൊന്നല്ല എടുത്തു കൊടുത്തത്. ഇത് ദൈവം എനിക്ക് ദാനമായി തന്നത്. ഒരു മനുഷ്യന്റെ വേദനയുടെ മുമ്പിൽ ഞാൻ കൊടുക്കാൻ കടപ്പെട്ടാണ് എന്റെ പിതാവ് പറഞ്ഞതുപോലെ. എന്നോട് ഏത് ഇന്റർവ്യൂവിലും ടി വി ഇന്റർവ്യൂലൊക്കെ ചോദിക്കും, അത് എവിടെ നിന്നാണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായത്? ഇതിന് വേറെ ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് അപ്പനെയും കുടുംബത്തെയും വിട്ടിട്ട് ഞങ്ങൾ പുരോഹിതരെ ഇറങ്ങിത്തിരിക്കുമ്പോ അത് മാത്രം മതി. വേറെ ഒന്നും നേടിയെടുക്കാൻ മനുഷ്യരുടെ ബഹുമാനം, മനുഷ്യരുടെ ആദരവ്, അതെല്ലാം പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഒരച്ഛൻ കൊടുക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യന് കൊടുക്കുന്നു. ഗോപിയുടെ പറയുന്ന വ്യക്തി ഏത് ജാതിയാണ്, മതമാണ്, പാർട്ടി ഏതെന്ന് നോക്കാതെയാണ് നമ്മളെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കേണ്ടത്. ഒരു കാര്യത്തോട് മനസ്സിലാക്കുക, ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്റെ അടുത്ത് വന്നിട്ട് അച്ഛോ എനിക്ക് വൃക്കരോഗമാണ്, എനിക്കൊരു വൃക്ക തരണം, ഒരു അപ്ലിക്കേഷൻ എന്റെ ഭാഗത്ത് ഏൽപ്പിച്ചിരുന്നല്ല, എനിക്ക് വൃക്കരോഗമാണ്, ഒരു വൃക്ക തരാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊരു അപേക്ഷ എനിക്ക് തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഗോപി എന്നോട് ഒരു വൃക്ക തരാൻ പറ്റുമോ എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ കൊടുക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ചോദിക്കാതെ കൊടുത്താൽ ഇന്നിവിടെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഇരിഞ്ഞാലക്കുടയിലവർക്ക് ഞാൻ എന്തിന് കാസർഗോഡ് പോകുന്നു പറഞ്ഞ് ചോദിച്ചു. അച്ഛൻ തൃശ്ശൂരിന്റെ കാര്യം നോക്കിയ പോലെ കാസർഗോഡ് ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഇടയിലുള്ള വൃക്ക രോഗികളെ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. പക്ഷെ അവരെ എനിക്കറിയില്ലെങ്കിലും അവരുടെ വേദന എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ ഇടയിൽ വന്നിട്ട് നിങ്ങളോട് സമൂഹത്തോട് പറയാൻ, സമൂഹമേ നിങ്ങളുടെ ഇടയിൽ വൃക്കരോഗികളുണ്ട്, അവർക്ക് വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റില്ല, 1.5 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളമേ കുടിക്കാൻ പറ്റുള്ളൂ, അവരെ നിങ്ങൾ കരുതലോടെ കണക്കാക്കണം. ഞാൻ നിങ്ങളുടെ കൂടെയെന്ന് പറയാനാണ് ഞാൻ കാസർഗോഡ് പോയത്. അവിടുത്തെ ജനത്തോട് പറഞ്ഞു, ഇവിടുത്തെ ചാപ്റ്റർ ഉണ്ടാക്കണം, ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങൾ സഹായിക്കണം. അത് പറയാൻ വേണ്ടി ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ വന്നിരിക്കുക. ഇവിടെയുള്ള മിക്ക രോഗികളെ എനിക്കറിയില്ല, പക്ഷെ അവരുടെ കുടുംബത്തിന്റെ വേദന ഏതാണെന്ന് എനിക്കറിയാം. ഇരിഞ്ഞാലക്കുടയിലെ ഈ പുണ്യനഗരിയിലെ വരദാനങ്ങളുടെ നാളെ ചിത്രീകരിക്കേണ്ടത് വരദാനങ്ങളുടെ നാട്. അതെ, സ്നേഹത്തിന്റെയും വിശ്വസാഹോദര്യത്തിന്റെയും വരം ചിന്തിച്ചിട്ടുള്ള നിങ്ങളോട് ഈ ഇരിഞ്ഞാലക്കുടയിലെ വൃക്കരോഗം പോലെ വേദനയെക്കുറിച്ച് ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഒറ്റ മനുഷ്യനുണ്ടാകരുത്. നിങ്ങളെല്ലാവരും കൈകോർത്ത് പിടിച്ച് അവർക്ക് ഡയാലിസിസിനോ ഓപ്പറേഷനോ വേണ്ട സർവ്വ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ ഇരിഞ്ഞാലക്കുടയിലെ കിഡ്നി ഫെഡറേഷൻ ഓഫീസിന്റെ ഒരു ചാപ്റ്റർ ഇവിടെയുള്ള സർവ്വ സർവീസ് സംഘടനകളെയും സംവിധാനങ്ങൾക്ക് നമുക്കൂടെ ഫോം ചെയ്യണം. ഇത് ഫെഡറേഷൻ എന്ന് വെച്ചതിന് കാരണം ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ കിഡ്നി ഫെഡറേഷൻ ആഗ്രഹമില്ല. ഇത് ഈ കേരളത്തിലുള്ള ആയിരക്കണക്കിന് സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായിട്ട് ഈ രോഗികൾക്ക് ആവശ്യമായ വൃക്ക കണ്ടെത്താൻ നമ്മൾ ജ്ഞാനത്തോടുകൂടി അറിഞ്ഞിരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വൃക്ക രോഗം വന്നിട്ട് കാശ് കിട്ടിയാൽ രക്ഷപ്പെടില്ല. പണത്തേക്കാൾ വലുതാണ് ഒരു വൃക്ക കിട്ടുന്നത്. എങ്ങനെ കിട്ടും? ഇവിടെ ഒരു കുടുംബത്തിലെ ഒരു ഭാര്യയ്ക്ക് വൃക്കരോഗം ഉണ്ടെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണെന്നറിയോ? നാട്ടുകാരെ കാശുണ്ടാക്കിയിട്ട് ഓപ്പറേഷൻ നടത്തിക്കാനല്ല. ഭർത്താവ് ഭാര്യയുടെ കൈവിടുന്ന് പറയണം, നീ വിഷമിക്കരുത്, എനിക്കെന്റെ 2 വൃക്ക നിനക്കൊരെണ്ണം തരുമെന്ന് പറയാൻ. ഞാനൊരു ധ്യാനത്തിന്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചല്ലോ. ഈ കർമ്മം ചെയ്യാൻ പ്രിയമുള്ളവരെ നമ്മൾ പ്രേരിപ്പിക്കുക ജീവിതത്തിൽ ചില മനുഷ്യരുടെ പ്രവൃത്തികളാണ്. ഒരിക്കലും ഞാനിവിടെ ഇടവകയിൽ വാടാനപ്പള്ളിയില് ക്രിസ്മസിന്റെ അന്ന് പറഞ്ഞു, നമുക്ക് നിത്യരോഗികളുണ്ട് അമ്പലമെടുത്ത് അവർക്ക് നമുക്ക് സോപ്പ്, ചീപ്പ്, തോർത്ത്, മുണ്ടൊക്കെ കൊടുക്കണം, പറ്റാവുന്ന സഹായമൊക്കെ ചെയ്യാൻ. അന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ഹൈന്ദവ സഹോദരി ആ പണി വന്നിട്ടുണ്ടായിരുന്നു. ആ സഹോദരി വന്നിട്ട് എന്റെ കയ്യിൽ ഒരു 100 രൂപ തന്നിട്ട് പറഞ്ഞു, ഫാദറെ ഇത് അവർക്ക് കൊടുക്ക്, ഒരു കൊച്ചുകുട്ടി കയ്യിലുണ്ട്. ആ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്നലെ തലേ ദിവസം എന്റെ അടുത്ത് വന്നിട്ട് അജയ് എന്ന് പറയുന്ന തന്റെ മകന് ബ്ലഡ് ക്യാൻസർ ആണ്, ബ്ലഡ് ക്യാൻസർ ഒരു വഴി വെച്ചു. അങ്ങനെ ഞങ്ങളുടെ ദശാംശത്തിൽ നിന്ന് 500 രൂപ ഇന്നലെ ഞാൻ ആ സഹോദരിക്ക് കൊടുത്തതാ. ആ 500 രൂപയുടെ 5 നോട്ടിൽ നിന്ന് തന്റെ മകനെ ബ്ലഡ് ക്യാൻസർ ഇത് കേട്ടപ്പോൾ ആ ഹൈന്ദവ സഹോദരി എന്റെ അടുത്ത് നിന്ന് ഞാൻ കൊടുത്തത് 100ന്റെ 5 നോട്ടിൽ നിന്ന് ഒരു നോട്ട് തിരിച്ചതെന്ന് പറയാ. അത് അവർക്ക് നമുക്ക് വേണ്ട, മോനാവശ്യമില്ലേ, അതില്ല, അത് കൊടുത്തിട്ടുള്ളത് മതി.